യെസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു നെക്ക് ഡിസൈൻ ആണ് കേട്ടോ. ഇതാണ് നമ്മുടെ മെറ്റീരിയൽ വരുന്നത്. എംബ്രോയ്ഡറി വിത്ത് ബീഡ്സ് വർക്കാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇത് എംബ്രോയ്ഡറിക്കുള്ള ത്രെഡ് ഇതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം നെക്കിൻ്റെ ഡിസൈൻ വലുതായിട്ടൊന്നുമില്ല, ചെറിയ രീതിക്കാണ് നമുക്ക് ഡയറക്റ്റ് മെറ്റീരിയൽ വരക്കുന്നതെങ്കിൽ അങ്ങനെ ചെയ്യാം. എല്ലാന്നുണ്ടെങ്കിൽ ഞാനിതാ ബട്ടർ പേപ്പർ എടുത്തിട്ടുണ്ട്. ബട്ടർ പേപ്പറിൽ നമ്മൾ കഴുത്തിൻ്റെ അകലം 3 ഇഞ്ചും കഴുത്തിൻ്റെ ഇറക്കം 5.5 ഇഞ്ചും എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ റൗണ്ടിൽ നെക്ക് വരച്ചിട്ടുണ്ട്. നമ്മുടെ ഈ ഇത് വെച്ചിട്ടാണ് നെക്ക് വരച്ചിട്ടുള്ളത്. ഇനി അവിടെ നിന്ന് ഞാനൊരു 1.25 ഇഞ്ച് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് മൊത്തത്തിൽ എടുക്കാം കേട്ടോ. അപ്പോൾ ഒരു 1.25 ഇഞ്ചിൻ്റെ ആണ് ഇത് വരുന്നത്. ഞാൻ അതിൻ്റെ ഡിസൈൻ ഞാൻ ജസ്റ്റ് സൈഡിൽ കൊടുക്കാം കേട്ടോ. ഈ ഒരു മോഡലാണ് വരുന്നത് നമുക്ക് ഡിസൈൻ. അപ്പോൾ ഇതുപോലെ അപ്പോൾ ഒരുപാടില്ല, ഒരു 1.25 മതിയാവും കേട്ടോ. ഒരു 1.25 ഇവിടുന്ന് വെച്ചിട്ട് കറക്റ്റായിട്ട് നമുക്ക് ഇങ്ങോട്ടേക്ക് ഫുള്ളായിട്ട് മാർക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ ഈ ആം ഹോൾ വരക്കുന്ന ഇത് വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഇതുപോലെ വെച്ചിട്ട് ഇതൊരു ഷേപ്പ് ഒരു കൂർപ്പിച്ച് വേണ്ട, ഇവിടെ കുറച്ച് ഇത്ര പോലെ ഒരു ഗ്യാപ്പ് വരുന്നുണ്ട്. ഇതുപോലെ വെച്ചിട്ടാണ് ഇങ്ങനെ വരച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അവിടുന്ന് ഇങ്ങോട്ടേക്കും ഒരു 1.25 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ. അവിടുന്ന് 1.25 വേണ്ട, ഒരു 1.5 എടുക്കാം കേട്ടോ, അല്ലെങ്കിൽ ഒരുപാട് വീതിയായി പോകും. അവിടെ ഒരു 1.5 ഇതുപോലെ ഇങ്ങനെ റൗണ്ടിൽ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ ഫുള്ളായിട്ട് ഇതിൽ നമ്മൾ ജസ്റ്റ് ഇപ്പോൾ ഇങ്ങനെ പെന്ന് കൊണ്ട് വരച്ചിട്ടുണ്ട്. നമ്മൾ മെറ്റീരിയലിലേക്ക് ഒരിക്കലും വരക്കരുത്. കാരണം ഇത് നമുക്ക് ഇങ്ങനെ ഈ അതേ വരയിൽ വരുന്ന ഡിസൈൻ അല്ല, നമുക്ക് വിട്ട് ഇങ്ങനെ ബീഡ്സും കാര്യങ്ങളും തുന്നി കൊടുക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ട്രേസിങ് പേപ്പറിൽ ഇങ്ങനെ ഡോട്ട് മാത്രമേ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഞാൻ കാണിച്ചു തരാം കേട്ടോ എങ്ങനെ ഇടുന്നതെന്ന്. ജസ്റ്റ് ഇത് ഈ ഒരു ഷേപ്പിൽ ഇതുപോലെ ഇങ്ങനെ വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ ഇങ്ങനെയാണ് വരച്ചെടുക്കുന്നത്. ഇനി ഇത് നമുക്ക് നേരെ ഓപ്പോസിറ്റ് വശത്തേക്ക് ട്രേസ് എടുക്കാം. അപ്പോൾ ഒന്നിക്ക് നമുക്ക് കാർബൺ പേപ്പർ വെച്ചിട്ട് എടുക്കാം. എല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ ഇങ്ങോട്ടേക്ക് തിരിക്കുമ്പോൾ ഇതിൻ്റെ നമ്മൾ വരച്ചിട്ടുള്ള നമ്മുടെ ഈ ഒരു അള എന്ന് പറയും അത് നമുക്ക് ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, അതിലേ കൂടി തന്നെ നമുക്ക് ഈ ഒരു ഇത് വരച്ചെടുക്കാം കേട്ടോ. നമ്മളിപ്പോൾ ട്രേസിങ് പേപ്പറാണ് ജസ്റ്റ് ഇങ്ങനെ വരക്കുന്നത്. വളഞ്ഞൊക്കെ പോകുന്നുണ്ട്, പ്രശ്നമില്ല കേട്ടോ. ഇതുപോലെ ഇങ്ങനെ ഫുള്ളായിട്ടൊന്ന് വരച്ചെടുത്തിട്ട് വരാം. ഞാൻ ഡിസൈനിൽ ചെറിയൊരു മാറ്റം വരുത്തിയിട്ട് എന്താ വെച്ചാൽ 1.25 എടുക്കുന്ന സമയത്ത് ഒരുപാട് വീതി പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ 1.5 എടുത്തു. അപ്പോൾ 1.5 എടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ഗ്രീൻ കളർ ലൈൻ വേദിയാണ് കേട്ടോ വര. എല്ലാം മാറ്റുമ്പോൾ ജസ്റ്റ് ഷേപ്പും കാര്യങ്ങളും കൊടുത്തിട്ട് ഇതുപോലെ എടുത്തു. ഇനി നമുക്കിത് ട്രേസ് എടുക്കാം കേട്ടോ. ഈ ഒരു അറ്റത്തു നിന്നാണ് ട്രേസ് എടുക്കാൻ വേണ്ടി പോകുന്നത്. കറക്റ്റ് ഇപ്പോൾ സെൻറ്ററിലെ മടക്കേൻ്റെ ആ ഒരു ഇത് നമുക്ക് അള സെൻറ്ററിൽ മടക്കേൻ്റെ ഒരു പാട് നമുക്കുണ്ടല്ലോ. അപ്പോൾ അത് അവിടെ വെച്ചിട്ടാണ് നമ്മൾ ട്രേസ് ചെയ്യിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് അതിലേക്ക് ട്രേസിങ് പേപ്പർ യെല്ലോ കളർ ട്രേസിങ് പേപ്പറാണ് കേട്ടോ എടുക്കുന്നത്. നമുക്ക് ഏകദേശം 2 ട്രേസിങ് പേപ്പറോളം എടുക്കാം. ചാക്കിയിട്ട് കുറച്ച് താഴത്തു നിന്നാണ് കേട്ടോ ഞാൻ വെച്ചിട്ടുള്ളത്. നമുക്ക് ഈ പേപ്പർ എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ ഇതിൻ്റെ സെൻറ്റർ ഇതുപോലെ വരുന്ന രീതിക്ക് നമുക്കൊന്ന് വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്തിട്ട് പിന്ന് കുത്തുന്നുണ്ട്, നമുക്ക് പിന്ന് കുത്തിയിട്ട് ട്രേസ് എടുക്കാം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പെന്ന് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഇങ്ങനെ കുത്തിട്ട് കൊടുത്താൽ മതി. ഇത് പെന്ന് എടുത്തിട്ടുണ്ട്. നമ്മൾ ഇതുപോലെ വരക്കുന്നില്ല കേട്ടോ. നമ്മൾ ചെറിയ ഡോട്ട്, അതായത് നമുക്ക് ആ നെക്ക് മനസ്സിലാവാൻ പാകത്തിന് കുറച്ച് വിട്ട് ഇതുപോലെ ഡോട്ട് ഇട്ടിട്ടാണ് എടുക്കുന്നത്. ഫുള്ളായിട്ട് അതേ കേട്ടോ. കാരണം നമുക്ക് ലൈൻസ് വരച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ ഒരു ഡോട്ട് വരുന്നിടത്ത് നമുക്ക് ഷുഗർ ബീഡാണ് ഇട്ട് കൊടുക്കാനുള്ളത്. അപ്പോൾ ഗ്യാപ്പ് ഇട്ടിട്ടാണ് അതുള്ളത്. അപ്പോൾ ഫുള്ളായിട്ട് വരച്ചാൽ അതിൻ്റെ ഒരു യെല്ലോ കളർ നമുക്ക് അവിടെ കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് ഇതുപോലെ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. നമുക്ക് ഇതിൻ്റെ ഉള്ളിലാണ് ഡിസൈൻ വേണ്ടത് മനസ്സിലായാൽ മതി. അപ്പോൾ നമുക്ക് മൊത്തത്തിൽ വേണ്ട കേട്ടോ, കുറച്ച് വിട്ട് കൊടുക്കണം. കാണുന്നുണ്ട് ഇതെടുക്കേണ്ടത്. അതേപോലെ ഫുള്ളായിട്ട് ഡോട്ട് ഫുള്ളായിട്ട് ഇട്ടെടുക്കാം കേട്ടോ. ഇതുപോലെ ഡോട്ടാണ് ഇട്ടിട്ട് എടുത്തിട്ടുള്ളത്. കണ്ടില്ലേതാ, മനസ്സിലാവുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. കുറച്ച് ഗോൾഡൻ കളർ വൈറ്റിലെ കാർബൺ പേപ്പറാണ്, കുറച്ചും കൂടി മനസ്സിലാവട്ടെ. ഇതിപ്പോൾ ഗോൾഡൻ കളർ ആയതുകൊണ്ടാണ് കേട്ടോ. ഇതുപോലെ ഈ ഒരു ഡിസൈനൊക്കെ ഇതുപോലെ നമുക്ക് ഡോട്ടിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വർക്ക് തുടങ്ങാം കേട്ടോ. നമ്മൾ എംബ്രോയ്ഡറി ത്രെഡ് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഒരു ത്രെഡിൽ 6 നൂലുണ്ട്, അത് 6 എണ്ണം നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എവിടെയാണോ കുത്തേണ്ടത് വെച്ചാലും അവിടെ സൂചി ഇതുപോലെ മുകളിലോട്ട് കുത്തിയിട്ട് എടുക്കാം കേട്ടോ. അതിനുശേഷം കുറച്ച് ഇതുപോലെ ഗ്യാപ്പ് കൊടുക്കാം. ഗ്യാപ്പ് കൊടുത്തതിന് ശേഷം സൂചി അതുപോലെ അടിയിലേക്ക് ഇതുപോലെ എടുത്തിട്ട് നമ്മൾ ആദ്യം കുത്തിയില്ലേ അതിന് തൊട്ട് ബാക്കിലേക്കായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഫുള്ളായിട്ട് സൂചിയെ ഫുള്ള് വരാൻ പാടില്ല, ഏകദേശം അതിൻ്റെ അറ്റം വരുന്ന രീതിക്ക് വരുന്നത് പോലെ സൂചി മുന്നോട്ടേക്ക് ഉന്തി കൊടുത്തിട്ട്
നമുക്കതിലേക്ക് 6 പ്രാവശ്യം നമ്മുടെ ത്രെഡ് ചുറ്റി കൊടുക്കാം. 6 പ്രാവശ്യം. ഫസ്റ്റ് ചെയ്യുന്നത് 6 പ്രാവശ്യമാണ്. ചുറ്റി കൊടുത്തതിന് ശേഷം ഇതുപോലെ മെല്ലെ വലിച്ച് കൊടുക്കാം. വലിച്ച് കൊടുക്കുമ്പോൾ നമുക്കത് ഇതുപോലെ കിട്ടും. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വലിച്ച് ടൈറ്റ് ആക്കിയിട്ട് താഴത്തേക്ക് ഇറക്കി കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ തൊട്ടടുത്ത് ഇതേപോലെ സ്ട്രെയിറ്റ് വരുന്ന രീതിക്ക് ആദ്യം സൂചി എടുക്കാം. താഴ്ന്ന കുത്തിയിട്ട് ഇതുപോലെ എടുക്കുക. അത് നമ്മൾ 6 പ്രാവശ്യമാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് രണ്ടെണ്ണം നമ്മൾ സ്ട്രെയിറ്റ് വന്നിട്ട് ബാക്കിയൊക്കെ നമ്മൾ ഇതിന് ചുറ്റിയിട്ട് വരുന്ന രീതിക്കാണ് കേട്ടോ ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആദ്യം ചുറ്റുന്ന സമയത്ത് 6 പ്രാവശ്യം. അത് നല്ലോണം ടൈറ്റിൽ ചുറ്റിയാൽ നമുക്ക് എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. കുറച്ച് ലൂസിൽ വരുന്ന രീതിക്ക് ചുറ്റിയെടുക്കാം കേട്ടോ. പിന്നീട് നമ്മൾ ആദ്യം കുത്തിയതിൻ്റെ ഒരു സൈഡിലായിട്ട് സൂചി മുകളിലേക്ക് എടുക്കുക. പിന്നെ ഇപ്പുറത്തെ വശത്ത് നിന്ന് അതിൻ്റെ ഒരു സൈഡിൽ വരുന്ന രീതിക്കാണ് ഇങ്ങോട്ടേക്ക് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ രണ്ടാമത് ചുറ്റുന്നത് 10 പ്രാവശ്യം. ആദ്യം നമ്മൾ 6 പ്രാവശ്യം ചുറ്റിയതെങ്കിൽ രണ്ടാമത് 10 പ്രാവശ്യം ഇതുപോലെ ചുറ്റിയെടുക്കുക. നമുക്കിതുപോലെ ഇങ്ങനെ വലിച്ചിട്ട് ആ ഒരു സൈഡിലേക്ക് കൊടുക്കാം. അതെന്തായാലും ഇങ്ങനെ ചെയ്ത് വെച്ചാൽ നമുക്ക് ആ ഒരു ഷേപ്പ് കിട്ടുക, ഒരു വളഞ്ഞൊരു ഷേപ്പ് കിട്ടണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒന്നിൻ്റെ സൈഡിൽ നിന്നും പിന്നെ മറ്റേൻ്റെ സൈഡിൽ നിന്നും അത് കണക്ക് എടുത്തിട്ട് നമുക്കിത് അതുപോലെ താഴ്ത്തി കൊടുക്കാം കേട്ടോ. അപ്പം അടുത്തത് വരുന്നത് അതിൻ്റെ തൊട്ട് ബാക്കുന്നായിട്ട് നമ്മളിപ്പോൾ ലാസ്റ്റ് നിർത്തിയില്ല, അതിൻ്റെ കുറച്ച് സൈഡിൽ നിന്നും പിന്നെ ഈ താഴത്തിലെ സ്ട്രെയിറ്റ് 2 വരയിലും അതിൻ്റെ സെൻറ്ററിൽ നിന്ന് വരുന്ന രീതിക്ക് ഇതുപോലെ ക്രോസിൽ ഇങ്ങോട്ട് കൊടുക്കുക. ക്രോസിൽ വേണം കൊടുക്കാൻ വേണ്ടി. അപ്പോൾ കറക്റ്റ് ആ ഒരു വളഞ്ഞ ഷേപ്പ് നമുക്ക് കിട്ടും കേട്ടോ. ഇത് രണ്ടാമത്തെയും കൊടുത്തു. പിന്നെ മൂന്നാമത്തെ കൊടുക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്തില്ല, അതിൻ്റെ ഉള്ളിൽ നിന്ന് വേണം എടുക്കാൻ, പുറത്തുനിന്നല്ല. ആദ്യം ചെയ്തതിൻ്റെ ഉള്ളിൽ നിന്ന് വീഡിയോയിൽ കാണുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആവും. ഉള്ളിൽ നിന്ന് എടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്തതിൻ്റെ ലാസ്റ്റ് കുറച്ച് പേക്കുന്നായിട്ട് ഇതുപോലെ എടുത്തിട്ട് ഇതുപോലെ ക്രോസിൽ ഇങ്ങോട്ട് കൊടുക്കാം. അതൊരു 10 പ്രാവശ്യം ചുറ്റിയിട്ട് താഴ്ത്തി കൊടുക്കാം. ഫസ്റ്റത്തെ ലെയർ 6 ചെയ്തു, രണ്ടാമത്തെ ലെയറും 10 ചെയ്തു. പിന്നെ മൂന്നാമത്തെ ലെയറിലും 12 പ്രാവശ്യമാണ് കേട്ടോ ചുറ്റുന്നത്. അതപ്പോൾ ഒരെണ്ണത്തിൻ്റെ സെൻറ്ററിലേക്ക് എടുക്കുക. എന്നിട്ട് മറ്റേ ഇപ്പുറം ചെയ്തില്ല അതിൻ്റെ ഒരു സെൻറ്ററിൽ നിന്ന് ഒരു സൈഡിൽ നിന്ന് വരുന്ന രീതിക്ക് എടുക്കാം. ഒരു 12 പ്രാവശ്യം ചുറ്റി കൊടുക്കുക, വലിച്ച് ടൈറ്റ് ആക്കുക. അതിന് ശേഷം ആ നിർത്തിയതിൻ്റെ കുറച്ച് ഇപ്പുറത്തുനിന്നായിട്ട് കുത്തി കൊടുക്കുക മറ്റേതിൻ്റെ ബാക്കിൽ. വീഡിയോയിൽ കാണുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആവും ഞാൻ പറയുന്നതിനേക്കാളും. ഇതുപോലെ ഇങ്ങനെ സെൻറ്റർ വെച്ചിട്ട് നമുക്കിങ്ങനെ വളഞ്ഞ രീതിക്ക് വരും, സ്ട്രെയിറ്റ് വരാൻ പാടില്ല. അപ്പോൾ അതുപോലെ ഫുള്ളായിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഫ്ലവർ ഒക്കെ. ഇനി 2 ഫ്ലവറിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്ക് വേറൊരു പ്ലസ് ചിഹ്നം കണക്ക് നമുക്ക് കൊടുക്കാനുണ്ട്. അപ്പോൾ അതും ഇതുപോലെ തന്നെയാണ്. ഇത് ആദ്യം കുത്തിയെടുക്കുക, കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് ഇതുപോലെ നമുക്ക് കൊടുക്കാം കേട്ടോ. അത് ഞാൻ ഏകദേശം 12 പ്രാവശ്യമാണ് കേട്ടോ ചുറ്റിയെടുക്കുന്നത്. 12 പ്രാവശ്യം ചുറ്റിയിട്ട് നേരെ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് കൊടുക്കാം. പിന്നെ അതിന് ക്രോസ് ആയിട്ട് പ്ലസ് ചിഹ്നം നമ്മൾ അറിയില്ലേ, അതായത് ഇതുപോലെ കൊടുത്തിട്ട് അതും നമ്മൾ 12 പ്രാവശ്യം ചുറ്റിയെടുത്തിട്ട് നമുക്കൊന്ന് താഴ്ത്തി കൊടുക്കാം. അത് എല്ലാ റോസ് ഫ്ലവറിൻ്റെ ഇടയിലായിട്ട് ഫുള്ളായിട്ട് നമ്മൾ ചെയ്തെടുത്തും. ഫ്രഞ്ച് നോട്ടിന് വേണ്ടിയിട്ട് നമുക്ക് നീഡിൽ മുകളിലോട്ടേക്ക് എടുത്ത് ജസ്റ്റ് നീഡിലിന് ഒറ്റ പ്രാവശ്യം ഒന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് താഴത്തേക്ക് ഇറക്കുക. നമുക്ക് 3 പ്രാവശ്യമൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സിമ്പിളായിട്ടാണ് അതിലുള്ളത് ഡിസൈനിലും. അപ്പോൾ ഒറ്റ ഒരുക്കം അങ്ങനെ ചുറ്റിയിട്ട് താഴത്തേക്ക് ഇതുപോലെ ഇറക്കിയിട്ട് ഗ്യാപ്പിട്ട് നമുക്ക് ഫുള്ളായിട്ട് ഇത് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ നമുക്കതിൻ്റെ ഇടയിൽ ഷുഗർ ബീഡും അതുപോലെ സീക്വൻസും വെച്ച് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഷുഗർ ബീഡ് ഞാൻ വിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ആദ്യം കുത്തിട്ടതില്ലേ, 2 സൈഡ് കുത്ത് വന്നില്ലേ, ആ ഒരു കുത്തിലൊക്കെ നമ്മൾ ഷുഗർ ബീഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ സീക്വൻസും വെച്ചിട്ട് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ നെക്കിൻ്റെ ഡിസൈൻ വരുന്നത്. മനസ്സിലായിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ സൂചി നൂലൊക്കെ ഉപയോഗിച്ചിട്ട് വളരെ മനോഹരമായിട്ട് നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും. പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.